എന്നെ കൂട്ടി പോകുന്ന ഇതാണ് ഇവിടുത്തെ കാറ്റ്. നമ്മളിനി പൈസയും മുടക്കി ഊട്ടി വരെ പോകേണ്ട ആവശ്യമില്ല. കേരളത്തിന്റെ ഊട്ടി റാണിപുരം. റാണിപുരം പോവാണ്. റാണിപുരം പോകുന്ന വഴിയിലുള്ള ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം. അടിപൊളി സീൻ. कर ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ വരുന്നവർ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ID പ്രൂഫ് കൊണ്ടുതരണം കേട്ടോ. എടാ ടിക്കറ്റ് സൂക്ഷിച്ച് വെക്കണേ. ടിക്കറ്റ് സൂക്ഷിച്ച് വെക്കണം. എല്ലാം പോലെ കിതക്കുണ്ട്. കുറച്ച് കയറി പോകാനുണ്ട്. മോനെ അടിപൊളി സ്ഥലമാണ് ഇത്. ആ അടിച്ചാല് മറ്റേ ചൈ കളയാൻ കഴിയും. അത് ചോര കുടിച്ചാകുമ്പോൾ പോവും. അല്ലാണ്ട് പറിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് നിൽക്കില്ലാന്ന് പറയുന്നേക്കാം. ബ്ലഡ് ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. പിന്നെ സൺഡേ ആയതുകൊണ്ട് അറിയില്ല, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇതൊന്നും പ്രശ്നം. പിന്നെ കത്തോലിക്കർ ഇവിടെ വന്ന് കുടിയേറി പറഞ്ഞ സ്ഥലമാണ്. അവർ ഇവിടുത്തെ കോട്ടത്ത് തറവാട് എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച സ്ഥലമാണ്. അപ്പം നമ്മുടെ പരിശുദ്ധ മറിയത്തിൻ്റെ ഓർമ്മയിൽ റാണിപുരം എന്ന് പേരിട്ടൊരു സ്ഥലമാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ഒരു 2-3 പ്രാവശ്യം മുടി വാരി നിൽക്കുന്നില്ല. അതാണ് അവസ്ഥ. എന്താ മോനെ. അയ്യോ അതല്ല കിട്ടുന്ന സ്ഥലമാണ്. ഇവിടെ മെയിനായിട്ട് പക്ഷികളെ സ്പോട്ട് ചെയ്യാൻ വരുന്നവർ മെയിനായിട്ട് വരുന്ന സ്ഥലമാണ്. പിന്നെ പക്ഷി നിരീക്ഷകരുടെ മെയിൻ കേന്ദ്രമാണ് സ്ഥലം. ഗൂഗിൾ ചെയ്തോ. ഇത് ഏത് ജില്ല? അത് കർണാടക. അത് ശരിയാണ്. കേരളത്തിൽ എവിടെയാണ്? അങ്ങോട്ട് നോക്ക്, നീ ഇങ്ങോട്ട് നോക്ക്. എന്താ മോനെ കിലോസ്കി സ്ഥലം. എന്നെ കൂട്ടി പോകുന്ന ഇതാണ് ഇവിടുത്തെ കാറ്റ്. നമ്മളിനി പൈസയും മുടക്കി ഊട്ടി വരെ പോകേണ്ട ആവശ്യമില്ല. കേരളത്തിന്റെ ഊട്ടി റാണിപുരം.
മഴ വരുന്നുണ്ടോ എന്നൊരു സംശയം. എൻ്റെ മോനെ അങ്ങോട്ടൊന്നും കാണുന്നും കൂടി ഇല്ല. വേനൽക്കാലാണെങ്കിൽ ആനേനെ കാണായിരുന്നു. ഇവിടെ ആനേനെ വരുന്നുണ്ടായിരുന്ന എനിക്ക് ചായ പിടിക്കണം എന്നല്ല കേട്ടോ, തുടച്ചളയണം. ഏത് ഫോണാ? നോട്ട് ദിസ് ഫസ്റ്റ് ടൈം മാം. ഒരു രക്ഷയില്ലാത്ത കാട്ടാണ്. പാറിപ്പോയല്ലേ ആ നജീബിനെ പിടി. അങ്ങോട്ട് എന്നിട്ട് അതിലെല്ലാം കേറിക്കോ. അത് വിട്ടോക്കിയ ഹായ് എല്ലാവരും സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ഹായ്. ടവറൊക്കെ കാണുന്നുണ്ട്. മൊബൈൽ ടവറാണെന്ന് തോന്നുന്നു. നോക്കുമ്പോൾ ഇവിടെ ജിയോ ഒക്കെ റേഞ്ച് വന്നിട്ടുണ്ട്. ഇത് പക്ഷിയല്ല കേട്ടോ, അതിനെന്തോ കൂപ്പിയാനും കെട്ടി നോക്കിയിട്ടാണ്. ആടാ മോനെ, അവിടെയാണോ എത്തണ്ടേ? ദൈവമേ എന്നവാ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3438 അടി ഉയരത്തിലാണ് ഗായ്സ്. അതിൻ്റെ മുകളിൽ കുറേ പേര്. ഇത്രയും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം നല്ല കാറ്റുണ്ട്, നല്ല വെതറാണ്. വെറുതെ അല്ല, വെതറാണ് നല്ല. മഴ വരുന്നുണ്ട്. ഇത് 5 മിനിറ്റ് കൂടും മഴ. അതാ മഴ വന്നു. അവിടെ ആനയായിരിക്കും പ്രശ്നം. ആന ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. വിസിലടിച്ച് എല്ലാവരെയും താഴോട്ട് ഇറക്കലായി. ഇതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നം.
ഇത്രയും നല്ല സ്ഥലം നോക്കി, ഇത്രയും ക്ലൈമറ്റുള്ള സ്ഥലത്ത് ഇത് പ്ലാസ്റ്റിക് ഇട്ടിട്ട് ഇട്ടിട്ട് വെള്ളം കുടിച്ചിട്ടിട്ട് പോയിക്കോണം. നമ്മളെടുത്തിട്ട് തിരിച്ചവിടെ കൗണ്ടറിൽ കൊടുക്കാൻ പോവാണ്. നമ്മുടെ നജീബാണ് കുപ്പി എടുത്തിരിക്കുന്നത്. നജീബ് ഒന്ന് തിരിഞ്ഞു നോക്കാം. ആ ഇവിടുത്തെ ആ കാറ്റിൻ്റെ ഇത് കണ്ടോ, ഇതിൻ്റെ മുകളിൽ കല്ല് കയറ്റി വെച്ചിരിക്കുകയാണ് ഇത് പറന്നുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെയൊക്കെ തൊലി പോയിട്ടുണ്ട്. അതായത് ഇവിടെ കാറ്റടിച്ചിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരഞ്ഞിട്ട് അതിൻ്റെ തൊലി പോയത്. അതാണ് ഇവിടുത്തെ കാറ്റ്. നമ്മൾ 3 മണി കഴിഞ്ഞു ഉണ്ടല്ലേ. അടുത്ത ഇത് രാവിലെ എത്ര മണിക്കാവും? 8 മണിക്കുണ്ട്. അന്നേരം ഇടയ്ക്ക് ഇറങ്ങണോ? അങ്ങനൊന്നുമില്ലല്ലോ. വൈകുന്നേരം വരെ നിൽക്കണം, അങ്ങനെ നിൽക്കാമല്ലോ. വിശപ്പില്ല, വിശപ്പൊന്നും കുഴപ്പമില്ല. ഈ ക്ലൈമറ്റിന് എന്ത് വിശപ്പ്, ഇറക്കും. ബെസ്റ്റ് വ്യൂ. കോട്ട് മാറിപ്പോയിട്ടോ. അതെങ്ങനെ എടുക്കില്ല ഇനി? അത് ആനേറ്റമ്മേനും എടുത്തിട്ടുള്ള. തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും നല്ല മഴയായി, കിട്ടില്ല മഴ പെയ്യാൻ. ഞാൻ ഫോണിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഫോണ് നനയുന്നതായിട്ട് കൈ ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് എടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഈ ഫോഗ് കയറുന്നുണ്ട്. കണ്ടോ, വ്യൂ അവസാനിക്കുന്നില്ല. അതല്ലടാ, നല്ല മഴ പെയ്യുന്നുണ്ട്. നല്ല ഇരുട്ടായി, നല്ല മഴ പെയ്ത് നല്ല ഇരുട്ടായിട്ടുണ്ട്. സമയം 5 മണി ആയതേ ഉള്ളൂ. ഫോണ് ഫുള്ള് മഴ നനഞ്ഞിട്ട് ഫോഗ് കയറിയിരുന്നില്ല. നമ്മളുടെ ചേട്ടൻ്റെ ചായക്കടയിൽ ചായ കുടിക്കാൻ കയറി. ഒരാൾ സ്പീക്കറിലെടുത്തിട്ട് വൈബടിക്കാൻ വേണ്ടി വന്നതാണ്. സ്പീക്കർ പ്ലാസ്റ്റിക് കൂടി പൊതിഞ്ഞിട്ട് അങ്ങോട്ട് അവർ കയറ്റി വിട്ടില്ല ഗൈസ്. വളരെ സങ്കടമായോ? നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ഏത് നല്ല സ്ഥലത്ത് നോക്കി വെച്ചിട്ട് അവിടെ നിന്ന് പാട്ട് വെച്ചിട്ട് നമുക്ക് തകർക്കണം. ഇനി അതിൽ കൊണ്ടുവന്നല്ലേ. ഈ ചായക്കടയിലൊക്കെ